ഇസ്ലാമിന്റെ മേൽ ആരോപിക്കപ്പെടുന്ന ജിഹാദാരോപണത്തിന്റെ മറ്റൊരു വെർഷനാണ് നോർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്ന ഒരു പ്രയോഗം. നമുക്കറിയാം, വിശുദ്ധമായ ഇസ്ലാം, ആ പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ ഖുർആനും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും എണ്ണമറ്റ രീതിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ലഹരികൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചവന്റെ പരലോക അവസ്ഥ എന്തെന്ന് പറയുന്നതിനെ കുറിച്ചൊക്കെയുള്ള ധാരാളം വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധമായ ഖുർആൻ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധനത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ മദ്യം യഥേഷ്ടം ഉപയോഗിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു. ഈ സമൂഹം ആ കാലഘട്ടത്തിൽ ആളുകൾ പറഞ്ഞിരുന്നത് ഇദാമിത്തു ഫദ്ഫിന്നി ഇലാ അസ്ലി കിർമത്തി തർവി ഇളാമി ബഅദ മൗതി ഉറൂഖുഹ വലാ തദ്ഫിന്നനി ബിഫലാത്തിൻ ഫഇന്നനി അഖാഫു ഇദാ മാ മിത്തു അല്ലാ ദൂഖഹ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ മുന്തിരിവള്ളിക്ക് താഴെ, പടർപ്പുകൾക്ക് താഴെ എന്നെ മറവ് ചെയ്യണം. കാരണം അതിന്റെ വേരിലൂടെ ഊർന്നിറങ്ങുന്ന അതിന്റെ നീര് കുടിച്ചിട്ടെങ്കിലും മരണത്തിന് ശേഷവും ഞാൻ എൻ്റെ മദ്യാസക്തി തീർക്കട്ടെ എന്ന് പറഞ്ഞിരുന്ന ഒരു സമൂഹത്തെ ലോകത്തെ ഏറ്റവും വലിയ മദ്യത്തിനെതിരെയുള്ള വിപ്ലവം നടത്തിയിട്ട് സമ്പൂർണമായിട്ടുള്ള ഒരു മദ്യനിരോധനം കൊണ്ടുവന്ന പ്രദേശമാണ് പരിശുദ്ധമായ മദീന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഇറക്കി കൊടുത്ത, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഇറക്കി കൊടുത്ത ഈ വിശുദ്ധമായ ഖുർആൻ 3 ഘട്ടങ്ങളിലായിട്ടാണ് മദ്യനിരോധനം നടത്തുന്നത്. ഈ 3 ഘട്ടങ്ങളിലായിട്ട് ഒറ്റയടിക്ക് മദ്യപിക്കുന്നവനോടത് നിർത്തുക എന്നുള്ളത് ശാസ്ത്രീയമായ രീതിയല്ല. അതുകൊണ്ട് തന്നെ 3 ഘട്ടങ്ങളിലായിക്കൊണ്ടാണ് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശുദ്ധമായ ഖുർആനിന്റെ അരുൾമൊഴിയിലൂടെ 3 ഘട്ടങ്ങളിലായിട്ടാണ് സമ്പൂർണമായിട്ടുള്ള മദ്യനിരോധനം നടത്തുന്നത് എന്ന് നമുക്ക് പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെയുള്ള ലഹരിയെ ഇത്രമേൽ എതിർത്ത ഗ്രന്ഥമുള്ള, ലഹരിയെ ഇത്രമേൽ എതിർത്ത മതനിയമങ്ങളുള്ള പരിശുദ്ധമായ മതത്തെ പരിശുദ്ധമെന്ന് പറയപ്പെടുന്ന പരിശുദ്ധമായ ജിഹാദ് എന്ന് പറയുന്ന കാര്യത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് ഇങ്ങനെ ഒരു പദപ്രയോഗം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിയുള്ളവന് ഒരിക്കലും തന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളും ഖുർആനും ഒക്കെ ഒരുപാട് ലഹരിക്കെതിരെയുള്ള വചനങ്ങൾ നമുക്ക് പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. മദ്യപാനി സ്വർഗത്തിൽ കടക്കില്ലെന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. വിശ്വാസിയുടെ ഏറ്റവും വലിയ ആത്യന്തിക ലക്ഷ്യം തന്നെ സ്വർഗപ്രവേശനമാണ്. എല്ലാ തിന്മകളുടെയും മാതാവാണ് മദ്യമെന്ന് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വചനങ്ങളുള്ള ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ മഹത്തായ അധ്യാപനങ്ങളൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെയുള്ള ഒരു പദപ്രയോഗം അവർ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഇസ്ലാമിന് അന്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തെറ്റിദ്ധരിപ്പിക്കുന്നവർ തെറ്റിദ്ധരിപ്പിക്കട്ടെ. നമുക്ക് യഥാർത്ഥം പരിശുദ്ധ